ഞങ്ങളെ മുൻകടക്കാൻ ഒരു വസ്തുവിന് സാധിക്കുമെങ്കിൽ അത് കണ്ണേറിന് കഴിയുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ഈ കണ്ണേറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെല്ലാവരും നീ കാക്കണേ അല്ലാഹുവേ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളെ വീടിനെ കാക്കണേ അല്ലാ, ഞങ്ങളെ സമ്പത്തിനെ കാക്കണേ അല്ലാ, ഞങ്ങളെ കച്ചവടങ്ങൾ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ഇബാദത്തുകളെ കാക്കണേ അല്ലാ. ദുന്യവിയായും ഉഖ്റവിയായും കണ്ണുപറ്റുന്നതാണ്. ദുന്യവിയായ കണ്ണുപറ്റലാണ് വീടിന്, ദുന്യവിയായ കണ്ണുപറ്റലാണ് കച്ചവടങ്ങൾക്ക്, ദുന്യവിയായ കണ്ണുപറ്റലാണ് കൃഷികൾക്ക്. എന്നാൽ അങ്ങനെയും കണ്ണുപറ്റുന്നതാണ്. ഉഖ്റവിയായ നിലക്കും കണ്ണുപറ്റും. അങ്ങനെ പറഞ്ഞ നല്ലതുപോലെ നിസ്കരിച്ച് നടക്കുന്ന ഒരാൾ, കണ്ണുപറ്റുന്ന ഒരാൾ ഇങ്ങനെ അതിൻ്റെ അരികിലൂടെ നടന്നുപോയി, ഓ നല്ലതുപോലെ ഓതുന്ന ആളാണല്ലോ, നല്ല നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ചിന്ത വന്നു പോയാ അതിനും കണ്ണുപറ്റുന്നതാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാ, കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് കാക്കണേ അല്ലാ. ഇന്ന് നാം പറയുന്ന വിഷയവും ഇത് തന്നെയാണ്. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ദിക്റുകളാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇന്നലെ നാം പറഞ്ഞത് വീടുകൾക്കും സമ്പത്തിനും അതുപോലെ തന്നെ കൃഷികൾക്കുമെല്ലാം കണ്ണേറ് പറ്റാതിരിക്കാൻ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വിശുദ്ധമായ അൽ കഹ്ഫ് സൂറത്തിലെ 39-ാമത്തെ ആയത്തും അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീഹി വബാറക്കല്ലാഹു ലക എന്നുള്ള വിശുദ്ധമായ ദിക്റുമാണ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ദുആയുമാണ് ഇന്നലെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നാം പറഞ്ഞത്. ഇന്ന് നാം പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ദിക്റുകളാണ്. നമ്പർ 1 ബിസ്മില്ലാഹ് എന്നുള്ളതിനെ 3 തവണ പറയണം. അപ്പൊ എങ്ങനെ? ബിസ്മില്ലാ 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 എന്നുള്ളതിനെ 3 തവണ പറയണം. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, അഊദു ബിഇസ്സത്തില്ലാഹ് വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന വിശുദ്ധമായ ദുആ ഉണ്ടല്ലോ, ആ ദുആയാണ് ദുആ ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാ എന്നുള്ളത് 3 തവണ പറയണം. അത് കഴിഞ്ഞാൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നിന്റെ പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് റഹ്മാനായ റബ്ബേ, സാധുവായ എന്നെ ഭയപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്നും റഹ്മാനായ അല്ലാഹ് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ് എന്നെ എല്ലാവിധ ശർറുകളിൽ നിന്നും പടച്ചവനെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. മറന്നുപോകല്ലേ, ഇതിന് 7 തവണ പറയാൻ. 7 തവണ പറയാൻ. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിശുദ്ധമായ ദിക്റുകളിൽ നിന്ന് 1-ാമത്തെ ദിക്റാണ് മഹാനാകുന്ന അബുൽ ആസ് എന്നവരുടെ മകൻ ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിലായില്ല? 1, നമ്മുടെ വീട്ടിൽ മനോഹരമായ കല്യാണം നടത്താൻ പോകുകയാണ്, അതല്ലെങ്കിൽ മകളുടെ നിശ്ചയം നടത്താൻ പോകുകയാണ്, അതല്ലെങ്കിൽ ഒരു വീട്ടുകൂടൽ പരിപാടി നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ 4 ആൾ കൂടിയിട്ടുള്ളൊരു സംഗമം വരാൻ പോവുകയാണ്. അന്നത്തെ ദിവസം രാവിലെ സമയത്തിൽ ഇത് ചൊല്ലാൻ മറന്നു പോകല്ലേ.